നെസ്ലെ കിറ്റ്കാറ്റ് ഡബിൾ ചോക്ലേറ്റ് കോട്ടഡ് വേഫറാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനാണ്. നമ്മുടെ സീബ്രയുടെ വരകളൊക്കെ പോലെ ഇതിൻ്റെ ഒരു റാസ്ബെറി കോട്ടഡ് വേഫർ, ചോക്ലേറ്റ് വേഫർ ഞാൻ ഇതിനു മുമ്പേ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതിൽ വൈറ്റിൻ്റെ സ്ഥാനത്ത് ഒരു റോസ് കളറാണ്, റാസ്ബെറിയുടെ നിറമാണ്. ഇതിൻ്റെ വില 110 രൂപയാണ്. ക്വാണ്ടിറ്റി 63.6 ഗ്രാമാണ്. അതുപോലെ അതിൻ്റെ നീളമുള്ള 2 സൈഡിലും ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മുകളിലും താഴെയായിട്ടുള്ള സൈഡിൽ ഡബിൾ ചോക്ലേറ്റ് കോട്ടഡ് വേഫർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എനർജി വാല്യൂ നോക്കാം. 2 ഫിംഗറിൻ്റെ എനർജി 60 കിലോ കലോറിയാണ്. അത് ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ 3% നമുക്ക് തരും. ബാക്കി ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർ സെർവിൻ്റെയും കൊടുത്തിട്ടുണ്ട്, 100 ഗ്രാമിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് നോക്കാം. ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട്, അതും ആവശ്യമുള്ളവർ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. ഈ പേപ്പർ കവറിൻ്റെ ബാക്കിലായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ അനാട്ടമി അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിച്ച് ഇൻ എവറി ബൈറ്റ് വിത്ത് ഡബിൾ ചോക്ലേറ്റ് കോട്ടിംഗ് എന്ന് കൊടുത്തിട്ട് മിൽക്ക് ചോക്ലേറ്റ് കോട്ടിങ്ങും വൈറ്റ് ചോക്ലേറ്റ് കോട്ടിങ്ങും ഓൾട്ടർനേറ്റ് ആയിട്ടും ക്രിസ്പി കൊക്കോ വേഫർ എന്നടുക്കും ആ ഒരു രീതി, അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അവർ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ പുറമേയുള്ള പേപ്പർ ബോക്സ് കവറിങ് ഒന്ന് തുറന്ന് നോക്കാം. ഈ പേപ്പർ ബോക്സ് കവറിങ്ങിന് പ്രത്യേകിച്ച് ഒട്ടിക്കലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അവർ ഉള്ളിലോട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഉള്ളിലായിട്ട് നമുക്ക് നല്ല ഗോൾഡൻ നിറത്തിലുള്ള അലുമിനിയം ഫോയിൽ കവർ കാണാൻ പറ്റും. ആ ഗോൾഡൻ കളറിലെ അലുമിനിയം ഫോയിൽ കവറിന് പുറത്തായിട്ട് കിറ്റ്കാറ്റിൻ്റെ എംബ്ലം അവർ സിൽവർ കളറിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിൽ കവർ ഒന്ന് തുറന്നു നോക്കാം. അലുമിനിയം ഫോയിൽ കവറിൻ്റെ 3 സൈഡിലും സീൽ ചെയ്തിട്ടുണ്ട് അവർ. സോ സീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെയർ ചെയ്ത് എടുക്കാൻ പറ്റുമോ, അല്ലാതെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റത്തില്ല. എന്നപ്പോൾ മുകളിലൊരു കോർണറിലായിട്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് സൈഡ് കീറി വന്നിട്ട് ഒരു ചെറിയ പോർഷൻ മാത്രം ടച്ചായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു, അതും കീറി നമുക്കിങ്ങനെ ജസ്റ്റ് ബുക്ക് തുറക്കും പോലെ അലുമിനിയം ഫോയിൽ കവർ തുറന്ന് നോക്കാം. കണ്ട്, ചോക്ലേറ്റിനൊരു പ്രത്യേക പാറ്റേണാണ്. വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും ഇങ്ങനെ ഒരു സീബ്രയുടെയൊക്കെ വര പോലെ ഉള്ളൊരു പാറ്റേണിലാണ് അവർ മുകളിൽ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഫിംഗേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വെട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ആ വെട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിറ്റ്കാറ്റിൻ്റെ എംബ്ലം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 9 ഫിംഗേഴ്സ് ഉണ്ട്. ഈ 9 ഫിംഗേഴ്സിന് 18 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആ ഒരു ഫിംഗേഴ്സിൻ്റെ ഡിപ്രഷനൊന്നുമില്ല. ഇനി നമുക്കൊരു ഫിംഗർ എടുത്ത് കഴിച്ച് നോക്കാം. ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ്. അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു ഫിംഗർ. ശരിക്കും വെയിലുള്ളതുകൊണ്ട് തന്നെ, ഒരുപാട് വെയിലില്ല എന്നാലും ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉള്ളിലെ വേഫർ നല്ല ക്രിസ്പിയാണ്. ടേസ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ പഴയ കിറ്റ്കാറ്റ്, അതായത് സാധാരണ മിൽക്ക് കിറ്റ്കാറ്റിൽ അല്പം കൂടെ ഒരു വൈറ്റ് കോമ്പൗണ്ട് കൂടിയത്, അങ്ങനെ എനിക്ക് തോന്നിയത്. നമ്മൾ നോർമലി കഴിക്കുമ്പോൾ ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു അതിപ്രസരം ഒന്നും തോന്നത്തില്ല. നമ്മൾ കൊച്ചിലെ കഴിച്ച് ശീലിച്ച് അതേ ടേസ്റ്റ് തന്നെ തോന്നി. പിന്നെ അത് എക്സ്പെക്റ്റ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ, ആ ഒരു വൈറ്റ് കളറിലെ സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് കുറച്ചുണ്ട് എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ കഴിച്ചപ്പോൾ കുറച്ചൊന്ന് മെൽറ്റായി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇത് കണ്ടോ, കൊക്കോ വേഫറുണ്ട്, നല്ല ചോക്ലേറ്റ് വേഫറായിരുന്നു. എനിക്ക് കിറ്റ്കാറ്റിൽ ഏറ്റവും ഇഷ്ടം ആ ഒരു വേഫർ തന്നെയാണ്. വേഫർ നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ചോക്ലേറ്റി ആയിരുന്നു. മെൽറ്റായി കഴിക്കുന്തോറും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കണ്ടോ, അവസാനം ഞാൻ കടിച്ചൊക്കെ തിന്നു. എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം അത് മെൽറ്റായിട്ടുണ്ടെന്ന്. പക്ഷേ ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും ടേസ്റ്റ് കൂടി വരുമായിരുന്നു. എനിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ വീണ്ടും കഴിക്കാൻ തോന്നി. ഞാൻ അത്രയും കഴിച്ചിട്ടുണ്ട്. എനിക്കൊരു പുതിയ ടേസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ പഴയ ടേസ്റ്റിൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് തോന്നിയത്. നോർമൽ 10 രൂപയുടെ 20 രൂപയുടെയൊക്കെ നമുക്ക് കിറ്റ്കാറ്റ് ഇപ്പോഴും കിട്ടാറുണ്ട്, 4 ഫിംഗർ, 3 ഫിംഗർ, 2 ഫിംഗറൊക്കെ. പക്ഷേ അതിലെന്ന് ആ ഒരു പഴയ ടേസ്റ്റ് മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഇതിന് ആ ഒരു പഴയ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വൈറ്റ് ചോക്ലേറ്റ് പണ്ട് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം, ഇടയ്ക്ക് അവരത് കുറച്ചു. ഇപ്പോൾ ഇതിൽ ആ ഒരു പഴയ പ്രപ്പോർഷൻ വന്നതാവാം. ഇതെൻ്റെ ഡൗട്ടാണ്, ശരിയാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. സോ എല്ലാവരും വാങ്ങി കഴിച്ചു നോക്കുക. ബൈ, ടേക്ക് കെയർ.